കനകം കനകം வந்துட்டீங்களா? അയ്യോ എന്നാ ഇതൊക്കെ അകത്തോട്ടെ. இதெல்லாம் என்னது? ഇത് കുറച്ച് പച്ചക്കറിയും പലവ്യഞ്ജനം എല്ലാം ഉണ്ട്. ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ്. எதுக்கு പക്ഷെ വിചാരിച്ച മാതിരി പൈസ തികഞ്ഞില്ല. எதுக்கு வாங்குனீங்க? இருக்கிறத வச்சு ஓட்டலாம்ல. നെക്സ്റ്റ് വീക്ക് ചെക്കപ്പ് പോകാൻ വേണ്ടാമാ? ആൾക്കാരൊക്കെ ഒരുപാടുള്ളതല്ലേ, പിന്നെ ചെക്കപ്പിന്റെ കാര്യം അത് നമുക്ക് എങ്ങനെയെങ്കിലും ദൈവം പൈസ തരും. അതിനെക്കുറിച്ച് നീ ആലോചിച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട. അയ്യോ ഒരു കാര്യം ചെയ്യും, എന്നാ ഇതൊരു 350 രൂപ ഉണ്ട്, ഇത് നീ കയ്യിൽ വെച്ചോ. ശരി, ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ, ആശുപത്രിയാ? ആ ഒരു 10 മിനിറ്റ്, ഞാൻ വീട്ടിൽ നിൽക്കുകയാണ്. ദാ വരണം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് വരണം, ഇപ്പോൾ വരാം. ശരി 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 ഓക്കെ. അണ്ണാ ഡീസൽ അടിക്ക വേണ്ടാമാ? അയ്യോ ശരിയാ, ഒരു 200 രൂപ ഇങ്ങോട്ട്. 270 തന്നെ சொன்னீங்க. ആ അതെ കനക, ഞാനേ നൈറ്റും കൂടെ ഓട്ടം ഓടിയാൽ എന്തെന്നാണ് വിചാരിക്കുന്നത്. എങ്കിലേ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പം രാത്രി നിനക്കൊരു കൂട്ടായിട്ട് ഉഷ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. ഈ രാവിലെ മാത്രം കിടന്ന് ഓടിക്കഴിഞ്ഞാലേ നമ്മുടെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകില്ല. എന്തായാലും ഉഷ ചേച്ചി ഇനിയിപ്പോൾ രാത്രി ഇവിടെ നിനക്ക് കൂട്ടായിട്ടുണ്ടല്ലോ, വേറെ പേടിക്കാനൊന്നുമില്ല. അപ്പം ഞാൻ രാത്രിയും കൂടെ ഓട്ടം പോവാം. ആമാല്ലേ, കഷ്ടമാ ഇരിക്കല്ലേ. ചേച്ചി ഇവിടെ ഇല്ലേ? ഉഷ ചേച്ചി, ചേച്ചി ഒരു ഓട്ടം ഉണ്ട്, ഒരു ആശുപത്രി ഓട്ടം ഉണ്ട്, അർജന്റായിട്ട് ഇപ്പൊ വിളിച്ചത്. അകത്തൊക്കെ ചായ കൊടുത്താ? അതെല്ലാവർക്കും ഞാൻ കൊടുത്തു, പിന്നെ കൊടുക്കാതിരിക്കൂ. ഇതെല്ലാം കുടിച്ചാ? ചേച്ചി ഞാൻ വിചാരിക്കണതേ, എന്തായാലും ചേച്ചി ഇപ്പൊ ഇവിടെ ഉണ്ട്, രാത്രി ഒക്കെ ഒരു കൂട്ടായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ നൈറ്റും കൂടെ ഓട്ടം ഓടാൻ പോയാ എന്ത്? നീ ധൈര്യമായിട്ട് പോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ആരെ പേടിക്കേ? ചെലവുകളൊക്കെ ഒരുപാട് വരെയല്ലേ, കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. എന്റെ മുഖം എന്തൊരു വളരെ വെളുത്തിരിക്കണ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലേ? കാശ് വല്ലതും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചത്, എന്റെ കാശ് ഇരിപ്പുണ്ട്. അത് വേണ്ട, അത് ചേച്ചി കയ്യിൽ വെച്ചേക്കണം. ഞാൻ ആവശ്യം വരുമ്പോൾ ചോദിക്കാം, എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ. ആവശ്യമാണെങ്കിൽ ചോദിക്കണേ മക്കളെ. നിനക്കേ ഞാൻ മൊസമ്പി പിഴിഞ്ഞു വെച്ചിരിക്കണം, ഓടി വാ. ഓടിയൊന്നും വരണ്ട, അപ്പൊ അതൊക്കെ നടന്നു വന്നാൽ മതി. ചേച്ചി പറഞ്ഞ കരുവാട് ഇതിനകത്തിരിപ്പുണ്ട്, അതിലെ കരുവാട്. നമ്മുടെ അവിടെ നെടുവങ്ങാട്ട് കിട്ടുമ്പോഴത്തെ നല്ല സാധനം ഇവിടെ കിട്ടൂല കേട്ടാ, വിലയും കൂടുതലാണ്. അതെനിക്കറിയാടാ, ഇവിടെ ഒന്നും അങ്ങനെയൊന്നും കിട്ടൂലല്ലോ. ഞാനാണെങ്കിൽ പറ്റു മരിച്ചിനിയെ, നമ്മളെ നെടുവങ്ങാട്ട് ചന്തയിലില്ല, കാട്ടാക്കട പോയാണ് വാങ്ങിച്ചത്. വിശക്കുകയും ചെയ്യണം, പോണ വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ പോവാം. ഓക്കെ ഓക്കെ, നീ പാത്ത് വാ. മാമാ, ഞാൻ നൈറ്റും കൂടെ ഓടാന്നാണ് വിചാരിക്കുന്നത്. ഈ രാവിലെ ഓടിയാലേ ഒന്നും മിച്ചം കിട്ടൂല. നൈറ്റ് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഡീസലിന്റെ പൈസയും പിന്നെ വണ്ടിയുടെ വാടകയും പോയിട്ട് എന്തെങ്കിലും പൈസ കയ്യിലിരിക്കും. പക്ഷെ എൻ്റെ ഒരു സംശയം, ഈ കനക ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒരു ടെൻഷൻ. ഇപ്പൊ ചേച്ചി അതില്ലേ? അല്ല, ചേച്ചി ഇപ്പൊ ഉണ്ട്, ചേച്ചി പോയി കഴിഞ്ഞാ നീ ഒരു കാര്യം ചെയ്യാം. അങ്ങനെ ഈ ഡീസൽ വണ്ടി അങ്ങോട്ട് വിറ്റിട്ടേ ഗ്യാസിന്റെ വണ്ടി അടിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല. ഇവന് തലയ്ക്ക് സുഖമല്ലടാ, ഗ്യാസിന്റെ വണ്ടി നിന്ന് എടുക്കല്ലേ, ഡീസലാണ് നല്ലത്. അതൊക്കെ ഭയങ്കര പൈസ ആവൂടാ. അല്ല ഇനിയിപ്പോ 2-3 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാർജ് ചെയ്യുന്ന ആട്ടോ ഇറങ്ങും. നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നില്ലേ കറണ്ടിൽ, അതുപോലെ കറണ്ടിൽ ചാർജ് ചെയ്യുന്ന ആട്ടോ വരും. അങ്ങനത്തെ ആട്ടോ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളപ്പോൾ ആട്ടോക്കാരന്മാരൊക്കെ രക്ഷപ്പെട്ടു. അത് കൊള്ളാം, ലാഭമാണ്. കനകം ഇവിടെ ഇല്ലേ? ആ വാ വാ. ജയന്തണ്ണാവും ശങ്കരണ്ണാവും എങ്ങനെ പിടിച്ചിങ്ക ഇവങ്ങളെ? ഞാൻ ഇങ്ങനെ വണ്ടി വന്നപ്പോഴത്തേക്ക് 2 കൂടെ വെയിലും കൊണ്ട് വരണം, പിന്നെ വണ്ടി കയറാൻ പറഞ്ഞു ഇവിടെ ഇറക്കാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, അകത്തോട്ട് കയറിയിരിക്കേ. കണ്ടാടാ, രാത്രിയും ഓടി പകലും ഓടി ജീവിക്കാന്നുണ്ട്. ഞാൻ നിനക്ക് ഒരു ആട്ടോ എങ്കിലും ഓടിച്ച് ജീവിച്ചൂടേ? ഞാൻ ആട്ടോ കൊടുക്കാൻ കുറച്ച് കാശ് എടുക്കാം. ഇതാണ് കുഴപ്പം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ കൂടെ പൈസ ആട്ടോ എടുക്കാൻ പൈസ എന്തേ? നീ ആൾക്കൊക്കെ ലോണുകൾ വാങ്ങിച്ചു കൊടുക്കണ്. അത് പറഞ്ഞേക്കത്തെ, പിന്നെ വെറുതെ പോയാൽ കാശ് കിട്ടുവോ? ഓട്ടോ കിട്ടുവാ? കാശും കൊണ്ട് ചെല്ലണം. കാശും കൊണ്ട് ഞാൻ ചോദിച്ചു, നിനക്ക് സ്വന്തമായിട്ട് ഒരു ലോൺ നിനക്ക് ഒപ്പിക്കാൻ പറ്റൂ? പറയണേക്കുന്നത് ഞാൻ എവിടെ പോയി ലോൺ ഒപ്പിക്കാനാ? നീ നാട്ടുകാർക്കൊക്കെ ലോൺ ഒപ്പിച്ചു കൊടുക്കണതാ. നിന്റെ പാർട്ടിയിൽ നിന്ന് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ലോൺ ഒപ്പിച്ചു കൊടുക്കുകയില്ലേ? ആദ്യേ വീട് നന്നാക്കാൻ നോക്ക്, എന്നിട്ട് നീ നാട്ടുകാരെ നന്നാക്കാൻ പോയാ മതി. നോക്കി ഞാൻ പറഞ്ഞു ശരിയാ? അത് കറക്റ്റ്, മാമൻ പറഞ്ഞ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് മൊത്തം എങ്ങനെ ലോൺ കിട്ടും, എവിടെ നിന്ന് ലോൺ കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് ലോൺ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളല്ലേ. സ്വന്തമായിട്ട് ഒരു ലോൺ ഒപ്പിക്കാൻ നോക്ക്, എന്നിട്ട് ഇതുപോലെ ഒരു ആട്ടോയൊക്കെ വാങ്ങിച്ച് ഓടി ജീവിക്കാൻ നോക്ക്. മാമൻ പറഞ്ഞ കറക്റ്റ് ആണ്. എന്റെ ചന്ത, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് നേരെ തൊഴിൽ മേഖലയിലേക്ക് വ്യതിചലിച്ചാൽ അതെന്റെ രാഷ്ട്രീയ ഭാവിയെ ഗുരുതരമായി ബാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ബാറ്റോറിഞ്ഞ് വരെ നിനക്ക് അവള് വച്ചിന്ന് തിന്ന് വാസിന് തിന്നുകൊണ്ട് വീട്ടിൽ കിടക്കണം. ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ശരീരമേർക്കല്ലേ ശരീരം, കണ്ടാ? ഇവൻ എന്ത് ചെയ്യാ? ഞാൻ
വേറെ ചില കാര്യത്തിന് ഒത്തു നിൽക്കാന്ന് വിചാരിച്ച അയാൾ. നിങ്ങൾ എന്തായാലും താണ്ട മാമ ഇതിന്റെ പേര് കിടന്ന് വഴക്കുണ്ടാക്കണ്ട. ചിലപ്പോ അങ്ങനെ 1-2 കൊല്ലം കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിച്ചങ്ങ് പോകും. അത് പറഞ്ഞോളൂ. ഈ പറഞ്ഞ പോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയാലോ മാമനല്ല അതിന്റെ വില. മന്ത്രി ഇതായ കൊള്ളിയല്ലേ? നിങ്ങൾ നോക്കൂ, ഭാവിയിലാകും. അതിനു വേണ്ടിയുള്ള ശ്രമം നടക്കണം, പ്രവർത്തനങ്ങൾ നടക്കണം. മാമ ഇതൊക്കെ ആണെങ്കിലേ ഈ മരുമോൻ മന്ത്രി എന്ന് പറയുന്നത് ഒരു ഗമയാണ് കേട്ടാ. ചുമ്മാ കോനടിക്കൊന്നും വേണ്ട. അല്ലല്ല ഈ മന്ത്രിയാ ഓത്തിന് നിന്നോണ്ട് കിടക്കല് എപ്പ മന്ത്രിയായിരുന്നു ചോദിച്ചാൽ പോടാ എന്റെ ചാലിയാക്കി. സാധാരണ അമ്മായി അമ്മയും മരുമോളെന്നാണ് കേട്ടിട്ടുള്ളത്. ഇവിടെ അമ്മാവനും മരുമോനുമാണ്. കനകം, രാവിലെ ഒരു മാമി വന്ന് വണ്ടി കയറിയിട്ട് വണ്ടിയിൽ കയറി കംപ്ലീറ്റ് ഛർദ്ദിച്ചു കൊളാ കേട്ടാ. അത് കുഴപ്പമില്ല. ഡേയ് കനക വീട്ടിൽ അടുത്തുണ്ടാടേ? ഉണ്ട്. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. ഞാൻ പോയിട്ട് പച്ചവെള്ളം കുടിച്ചിട്ട് വരാം. എന്നാ ചെന്ന് കുടിക്ക്. പച്ചവെള്ളം കുടി തുടങ്ങി. വേറെ വെള്ളം കുടിക്കുന്ന ആളാ. എന്താടാ പച്ചവെള്ളം കുടിച്ചെന്ത് കുഴപ്പം? ഞാൻ പച്ചവെള്ളവും കുടിക്കും ചൂടുവെള്ളവും കുടിക്കും. കുടി. കനകം, വിളിച്ചോണ്ട് പാടാ. വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു. അളേ വാ വണ്ടി കഴുവാം വാ. നീ കഴുകടാവി. ആട്ടെ, ആ ടയറിന്റെ അടുത്ത് ഇച്ചിരി അഴുക്കൊക്കെ ഇരിപ്പുണ്ടാക്കാം. അതെ മാമൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ഇത്തിരി വേർക്കണ നല്ലതാണ് കേട്ടാ. എടാ അതൊന്നുമല്ല, നമ്മൾ മാമനയുടെ അടിയും കൂടണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സഞ്ചാരം. അതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് പല സമ്മർദ്ദം ഉണ്ടാകും. നമ്മൾ ആ വഴിക്ക് പോയി ഈ വഴിക്ക് പോകുന്നു. പക്ഷെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എവിടെയാ? നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഉന്നത ശ്രേണിയിലേക്കാണ്. അതിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് പ്രതിബദ്ധങ്ങളുണ്ടാകും. മാതാപിതാക്കൾ വഴക്കിടും, ബന്ധുക്കൾ വഴക്കിടും, ഭാര്യമാർ വഴക്കിടും, അങ്ങനെ പലതൊക്കെ ഉണ്ടാകും രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. അല്ലെ ഇതൊക്കെ തിണവൽ ഗണിച്ച് മന്ത്രിയായി കാണിച്ചു തന്നാ മതി. കാണിച്ചു തരാം. നമുക്ക് ഇതൊന്നും പറഞ്ഞോണ്ടിരുന്ന വയറ് വീക്കൂല അളിയാ. നടക്കട്ടെ, പണിയെടുത്തേ പറ്റൂ. ഇനിയിപ്പോ കൊച്ചും കൂടെ ആയി കഴിഞ്ഞാൽ വലിയ പാടാണ്. രാജേന്ദ്ര എന്താ എന്റെ ജോലിക്കാരിക്ക് എന്തിനായടേ? ഓ എന്തൊരു പറയാനെ കൊണ്ട് ചുമ്മാ നടന്ന് ചെരുപ്പ് ചെയ്യുന്നല്ലാതെ ഒരു ഗുണമില്ല. ഓ അയ്യോ പറഞ്ഞുതരാം. രാജേന്ദ്ര ഇതാരെന്നറിയാമോ? ഇല്ല. ഇത് ചന്ദ്രന്റെ സഹോദരിയാണ് ഉഷ. അല്ലേ? പിന്നെ അവക്ക് സുഖമില്ലല്ലേ എന്റെ ഭാര്യയ്ക്ക്. അതുകൊണ്ട് ഇവിടെ നിർത്തിക്കൊണ്ട് അവള് ഗർഭിണിയല്ലേ? ഗർഭിണിയുടെ അസുഖമാണോ? അതൊരവസ്ഥയല്ലേ? ഇവിടെ യഥാർത്ഥ പേര് പഴകുറ്റി ഉഷ എന്നാണ്. പഴവിട്ടില്ല വീട്? പഴവിട്ടില്ല എവിടെ? പഴവറ്റിയിൽ നമ്മളെ സുഗുണന്റെ ചായക്കട അറിയാമോ? തട്ടുകട ഇട്ടിരിക്കണം. വാ സുഖമാണ് ചായ. ഞാൻ നെടുമങ്ങാട് പോകുമ്പോ അത് ഇറക്കത്തിരിക്കണം. തേരി ഇരിക്കണം. ഇന്ദിര ചേച്ചിയുടെ വീട്. ഇന്ദിര ചേച്ചിയുടെ വീടിന്റെ ബാക്കിൽ ഒരു ചുവല കളർ പെയിന്റ് ഇട്ട ഷാജിയുടെ വീട്. എന്റെ ഭാര്യ സുമയുടെ ഒരു ബന്ധു ഷാജി ഉണ്ട്. ആണോ? ഓ ആ ഷാജി തന്നെ. അപ്പൊ നമ്മള് ബന്ധുക്കള്. ചന്ദ്ര നിന്റെ വലിയച്ചേ. വലിയാണ് ബഹുമാനമൊക്കെ. നമ്മുടെ ബന്ധുക്കൾ തന്നെയാ. അമ്മ പറഞ്ഞപ്പോ ഞാൻ കേറി പറഞ്ഞല്ലേ. അയ്യോ എടാ ഇത് ആ ഷാജി അല്ലടാ. അയ്യോ ഇത് കൊച്ചങ്ങ ഷാജി. ഓ അത് പഞ്ചായത്ത് മെമ്പർ ഷാജി. ബന്ധുവല്ല മാറ്റി. സുമയുടെ ബന്ധു പഞ്ചായത്ത് മെമ്പറാ. ചന്ദ്ര നീ ഇങ്ങനെ ഡെയിലി കഴിയണെന്തിനുണ്ട്? 50 രൂപ വെച്ച് എനിക്ക് ഞാൻ കഴിയില്ല. മാമ ഈ വണ്ടിയില്ലേ ഇവളെ ഞാൻ അല്ലാതെ വേറെ ആര് കുളിപ്പിച്ചാലും ചവിട്ടും. ആ 50 രൂപ എന്റെ പാക്കറ്റ് കിടക്കട്ടെ കേട്ടാ. പ്രതീക്ഷയും പോയി. നിങ്ങൾ എന്റെ കൂടെ നിന്ന നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് ഒരു സംരംഭം തുടങ്ങാം. നിങ്ങൾ സംരംഭം എന്താ തുടങ്ങും? ആ തുപ്പലല്ല അവിടെ എന്നെ പോകുന്നൊക്കെ വേണത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കമ്പനി അറിയാം. ഞാൻ വയസ്സായില്ലേ, ഇനി എന്തൊരു തുടങ്ങായി? അതൊക്കെ തുടങ്ങാൻ പറ്റും. ഈ നിങ്ങൾക്ക് എന്തൊരു വയസ്സായെന്നാണ് പറയണത്? നല്ല മണി പോലെ നിൽക്കണ പ്രായം. മാമ ഒരു കാര്യം കേട്ടാ, നമ്മളെ മനസ്സിന് പ്രായമായൊന്നും ഒരിക്കലും മനസ്സിനെ കൊണ്ട് പറയിപ്പിക്കരുത്. അതാണ് കാര്യം. എന്റെ കൂടെ നിൽക്കുമോ നിങ്ങള്? അന്നെന്ത് കോളം അണ്ണാത്തുപുരം മുറുക്കണ അണ്ണാവെള്ളം. ഓ വേണ്ട. വണ്ടി കഴിവാന്നും പറഞ്ഞോണ്ട് ഇതിനകത്തൊന്ന് കിടക്കണല്ലേ. ഞാൻ മയങ്ങിയതാ. ഇത് ആരുടെ ബാഗ്? കനകത്തിന്റെ ബാഗാണ്. പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് കനകത്തിന്റെ ബാഗാന്ന്. പക്ഷെ കനകത്തിന്റെ ബാഗ് അല്ല ഇത്. അല്ലേ? പിന്നെ ആര്? അണ്ണ ഒരു ബാഗ് അണ്ണ വണ്ടിക്കകത്ത്. ആരാണ് ഇത്? യാത്രക്കാരെങ്കിലും മറന്നു വെച്ചായിരിക്കും. അവസാനം കയറിയതാര്? നിന്റെ കഷ്ടത കൊണ്ട് ദൈവം അറിഞ്ഞ് നിനക്ക് തന്നതാണ്. പിന്നെ കഷ്ടകാലമുള്ളവർക്ക് ദൈവം ബാഗായിട്ട് കൊണ്ട് പണം കൊടുക്കുകയല്ലേ? അത് തുറന്നു നോക്ക്. നീ അതിൽ വല്ല അഡ്രസ്സോ കാര്യങ്ങളുണ്ടെന്ന് നോക്കും. തുറക്കണോ? ഇതിപ്പോ വല്ലാത്ത കാലമാണ്. ഒന്നും അറിയാൻ പറ്റും. എന്താണെന്നറിയാലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ജനം തുറക്ക്. വേണ്ട, നീ തുറന്നു. അണ്ണന് ധൈര്യമില്ല, നീ തുറന്നു. ധൈര്യമായിട്ട് തുറന്നു. പൈസ മാമ ഞാൻ ഒരു കാര്യം ചെയ്യാം, സ്റ്റാൻഡിലൊന്ന് വിളിച്ച് പറയാം.
ഹലോ ആ ബാബു ഇവിടെ ഞാനാണ് ചന്ദ്രൻ. അതെ ഒരു ബാഗ്, ഒരു സിൽവർ കളറിലെ ബാഗ് വണ്ടിക്കകത്ത്. ആരെയാണെന്ന് അറിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, സ്റ്റാൻഡിൽ നമ്മുടെ പൈമാറത്തൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. സാധനം എൻ്റെ വണ്ടിക്കകത്ത്. ഓ ഇപ്പം വീട്ടിലുണ്ട്. ഓ അതെ, ഇത്തിരി പൈസ സ്വർണ്ണമൊക്കെ ഉണ്ട്. നീ അവിടെ ഒന്ന് സ്റ്റാൻഡിൽ എല്ലായിടത്തും ഒന്ന് പറഞ്ഞേക്ക്. ഓ ശരി 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 ശരി. ഓക്കെ ഓക്കേടാ, ഞാൻ വിളിക്കാം. ഓക്കെ ശരി. അണ്ണാ ആളെ കിടച്ചതാ? ഇല്ല അവിടെ ഒന്നും കിട്ടിയില്ല. ആ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പറയാം, സ്റ്റാൻഡിൽ ഒന്ന് പറയും. എന്താ നീ ഒരു കാര്യം ചെയ്യ്, ആ നീ ആ ബാഗ് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുക. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ മതി, നമുക്ക് അന്വേഷിക്കാം. എന്നാലും ആ പോയ ആളിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? പറഞ്ഞിട്ട് കാര്യമുണ്ട്, പോയില്ലേ? പണ്ട് എൻ്റെ കയ്യിൽ നിന്ന് 25 രൂപ പോയി. എൻ്റെ അപ്പോ ഞാനിനി പേടിക്കാനൊന്നുമില്ല. വെപ്രാളമായിപ്പോയി എനിക്ക്. ഞാൻ എങ്ങനെ അച്ഛനോട് പറയാം? അവസാനം പേടിച്ച് ഞാനൊന്ന് പറഞ്ഞു. അയ്യോ, അന്ന് തന്നെ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേനെ. അത്ര ചീത്ത പറഞ്ഞെന്നെ. 25 രൂപ തന്നെ അമ്മ, അതൊക്കെ എന്നെ പെരിയ വിഷയം. ആഹാ, 25 രൂപ നിസ്സാരമാണോ അന്നത്തെ കാലത്ത്? ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് 25 രൂപയ്ക്ക് ഒരു പവൻ സ്വർണവും ഒരു കാക്ക് അരിയും മേടിച്ച് കഴിഞ്ഞാൽ പിന്നെയും കാശ് മിച്ചാ. ഒരു പവൻ സ്വർണത്തിന് അന്ന് 16 രൂപയേ ഉള്ളൂ. 16? ആ അയ്യോ അത് ശരിയാ. ഒന്ന് കൂട്ടി നോക്കിയേ, ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എന്നാ വിലയാ? ആ പെരിയ എമൗണ്ട്. 10-25 രൂപ ആയില്ലേ ഇന്ന്? 25 പോരാ, 10-30,000 രൂപ വേണം. അത് പണിക്കൂലി എല്ലാം കൂടെ കൂടി ചേർത്ത് വരുമ്പോ അത്രയാവും. എന്തായാലും പോയ കാശ് പോയി. ഇനിയിപ്പോ തല്ലിയിട്ട് വഴക്ക് പറഞ്ഞിട്ടൊക്കെ വല്ല കാര്യമുണ്ടോ? എന്നാലും അതല്ലല്ലോ എന്നാലും ഉത്തരവാദിത്തം വേണ്ടേ? എന്തായാലും അതിനകത്ത് ഈ സ്വർണവും പൈസയൊക്കെ മനഃപൂർവ്വം കൊണ്ട് കളയത്തില്ലല്ലോ അവര്. അറിയാണ്ട് പറ്റിപ്പോയതായിരിക്കും മാമ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരവാദിത്തോടു കൂടി ഓരോന്നും പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഷോ, അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടമ്മ. അതേ മോളെ, അതാ ഞാനും ഓർക്കുന്നത്. പെണ്ണുങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അച്ഛൻ എന്തിനാ ഇത് എന്റെ മുഖത്ത് നോക്കി പറയണേ? ഞാൻ അച്ഛന്റെ പൈസ എപ്പോഴെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടുണ്ടോ? ആഹാ, അത് ശരി. എനിക്കിപ്പോ പൈസ കൊണ്ട് കളയാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അതെ. എന്നാ മാമൻ കുറച്ച് കാശ് കടം മേടിച്ചു കൊണ്ട് കൊടുക്കുക, അവള് കൊണ്ട് കളയും. എന്താ എല്ലാരും കൂടി ഒരു ചർച്ച? ആ, നീ എവിടെ പോയിരുന്നു? ഞാൻ പുറത്തു വരെ പോയാ, 1-2 പരിപാടികൾ ഉണ്ടായിരുന്നു. അതാ എന്താണ്? അല്ല ഇനിയിപ്പോഴേ ചന്ദ്ര, ആ അതാരാന്ന് വരുന്നവരെ നോക്കി കൃത്യമായിട്ട് നോക്കി എല്ലാം അറിഞ്ഞിട്ടേ ഉള്ളൂ. ഉത്തരവാദിത്തോടു കൂടി ചെയ്യണം, നിസ്സാര കാര്യമല്ലത്. ഫോൺ വരണം, സ്റ്റാൻഡിൽ നിന്നായിരിക്കും. ആ സ്റ്റാൻഡിൽ നിന്ന്. ആ ബാബു, ആരെങ്കിലും അന്വേഷിച്ച് വന്നാ? ഇല്ലടാ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഇല്ല, ഇവിടെ ആരും വന്നില്ല. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ മൊത്തം ഒന്ന് പറഞ്ഞേക്ക്. സ്റ്റാൻഡില് ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ ഇങ്ങോട്ട് വിട്. സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഒരു സിൽവർ കളർ, വെള്ളി കളറിലെ ബാഗ്, ലേഡീസ് ബാഗ്. ആ ശരി 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 ഓക്കെ, നീ വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെടാ ശരി. നീ പോലീസ് സ്റ്റേഷനിൽ വല്ലതും പറഞ്ഞായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ പറയണോ? അല്ലാതെ ആരെങ്കിലും വരികയാണെന്നൊരു തിരിച്ചു കൊടുക്കുമ്പം അവരെ കൂടെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തിരിച്ചു കൊടുത്താൽ കാര്യമൊന്നും ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നേ. വാട്സപ്പ് ഗ്രൂപ്പിൽ അത് പാർട്ടി ഓഫീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല, വേണ്ട അതുപോരാ. തിരിച്ചു കൊടുക്കുമ്പം പോലീസ് സ്റ്റേഷനിൽ പോയി സാക്ഷി നിർത്തിയേ കൊടുക്കാവൂ. അതെ അതെ. അല്ല, ആള് വരികയാണെങ്കിൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ മാമ അങ്ങ് തീരുമാനിച്ചാൽ മതി. അത് മതി, അങ്ങനെ മതി. അതല്ലെങ്കിൽ പിന്നെ അവർ പറയും അത് കൊണ്ട് പറയാം അതിനകത്ത് കൂടുതലുണ്ടായിരുന്നു എന്നും പറയാം. അവർ വല്ല പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്നേരം സമാനം പറയാൻ പോട്ടെ. പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ കാലം ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും വല്ല പ്ലാനിങ് ആണോ എന്താ നമുക്ക് അറിയാൻ പറ്റുമോ? പോലീസ് മുഖാന്തരമുള്ള കാര്യങ്ങൾ മതി ഇനിയുള്ള കാര്യം. മാമ, ഞാൻ ബാഗ് ഒന്നും കൂടെ നോക്കാം, വേറെ എന്തെങ്കിലും ഇത് വല്ലതും കിട്ടുമെന്ന് അതിനകത്തുനിന്ന്. നോക്കാം, അതിന്റെ അകത്ത് അഡ്രസ് എന്തെങ്കിലും ഉണ്ടാവും, അത് നോക്കാം. അതിനകത്തുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോരുത്, അത് പ്രത്യേകം സൂക്ഷിച്ചോണം. മാമ വാ നോക്കാം. ഓ നോക്കാം, ഞാനും കൂടി വരാം. നീ എന്തിനു പറഞ്ഞത്? നീ മന്ത്രിയെ പോകാൻ പോ. വരി. സമീന, നമുക്ക് ഈ ബാഗ് അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ചാലേ നമ്മളെന്തിനാ എത്തോണ്ടിരിക്കുന്നത്? അല്ല, എന്തായാലും പോലീസിൽ ഏൽപ്പിക്കണം. അതല്ല ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. ആലോചിച്ചാ കുറച്ച് കഴിഞ്ഞിട്ട് ആരും വരുന്ന നോക്കാം. ഈ പൈസ ഇത്ര പൈസയൊക്കെ ഉള്ളതല്ലേ, ഇത് വലിയ ബാങ്കിൽ അടയ്ക്കാനോ വല്ല ലോണോ ഇതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വല്ല കല്യാണ ആവശ്യത്തിനാണോ എന്ന് അറിയാൻ പറ്റുമോ? എന്തായാലും ഒരു ഭയങ്കര കഷ്ടമായി പോയി. ആകെ വിഷമിക്കുന്നുണ്ടാവും. ഇല്ല, അവര് സന്തോഷിക്കാം, പിന്നെ വിഷമിക്കാതിരിക്കുവോ? ഞാൻ കാര്യം പറഞ്ഞു. ആ അല്ലേ, എന്തിരി നീ അവന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ? അതാ അവരവിടെ അന്വേഷിക്കുന്നുണ്ട്. സ്റ്റാൻഡിൽ ഒന്ന് പറഞ്ഞ വരും. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ആരും വരട്ടെ, വരുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകും. ആരും ഇങ്ങോട്ട് വരുന്നില്ല. ആരാ? അതെ, ഓട്ടോയിൽ വെച്ച് എന്റെ ബാഗ് മറന്നുപോയി. അത് ഇവിടെ കിട്ടിയെന്ന് കേട്ട്, അപ്പൊ അതൊന്ന് തന്നേക്കാവോ? ഇങ്ങനെ ഒരാൾ എന്റെ ആട്ടോയിൽ വന്ന് കയറിയിട്ട് എനിക്ക് യാതൊരു ഓർമ്മയില്ല. അയ്യോ, ഞാൻ തന്നെയായിരുന്നു ആ പടമുകളിൽ വെച്ചേ കേറിയത്, ഓർക്കുന്നില്ലേ? തന്നെ ഓർമ്മയുണ്ടോ? ആ, എന്തായാലും ഉടമസ്ഥൻ വന്നല്ലോ. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്, മനസ്സമാനമായത്. കനക, നീ പോയ ബാഗിങ് എടുത്തോണ്ടാ, പെട്ടെന്ന് വാ. വിഷമിച്ചു പോയല്ലേ? ഓ, ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ വേറെന്ത്?
ലക്ഷ്മി എന്താ ലക്ഷ്മി ലക്ഷ്മി രാജേന്ദ്ര വയസ്സെത്ര? 45. 45. ചന്ദ്ര ബാഗ് ഇതെന്റെ ബാഗ് തന്നെ. ആ അല്ല അത് മനസ്സിലായി. അച്ഛാ പോലീസിനെ വിളിക്കട്ടാ? മാറട്ടാ. പോലീസിനെ വിളിക്കട്ടാ? അല്ല പോലീസിനെ വിളിക്കണം, വിളിക്കേണ്ടി വരും. എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? അമ്മ ഇത് തട്ടിപ്പമ്മ, ഇത് ഇവരുടെ ബാഗൊന്നുമല്ല, ഇത് വേറെ ആരുടെ ബാഗാണ്. ഇവർ തട്ടിപ്പ് കൊണ്ട് വന്നേക്കാണ്. അല്ലെന്നേ എന്റെ തന്നെ ബാഗാ, ഒരു തട്ടിപ്പല്ല. ആണോ? ഉറപ്പാണോ? ആന്ന്. ഇത് ബാഗിനകത്ത് എന്തൊക്കെയുണ്ട്? കാശുണ്ട് കുറച്ച്. എത്ര രൂപയുണ്ട് ഇതിനകത്ത്? അതിപ്പോ അത് എണ്ണിയൊന്നും നോക്കിയില്ല. വാരിയിട്ടുണ്ട് പോന്നേക്കായിരുന്നു കാശ്. അച്ഛാ പോലീസിനെ വിളിക്കട്ടാ? നിക്ക്, പൈസ മാത്രമേ ഉള്ളോ? പിന്നെ കുറച്ച് സ്വർണം കൂടി കാണും. കുറച്ച് സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ജയന്തൻ പറഞ്ഞ പോലെ വാരിയിട്ടോണ്ട് പോകുന്നതാണോ സ്വർണ്ണം? കണക്കൊന്നുമില്ലേ? സത്യം പറ, എന്താ അത് നിങ്ങളുടെ ബാഗാണത്? അത് ഈ ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് ചേട്ടൻ എന്തോന്ന് പറഞ്ഞു? ഏത് ചേട്ടൻ? ദേ ഈ ചേട്ടൻ. ഈ ചേട്ടനാ? ചേട്ടൻ എന്താ പറയുന്നത് നിങ്ങളോട്? ഇവിടെ നിന്ന് ബാഗ് മേടിച്ച് തന്നാലേ എനിക്ക് 5000 രൂപ തരാന്ന് പറഞ്ഞു. ഞാനതാ വന്നേ. അത് പിന്നെ ബാഗ് ഇവിടെ കിട്ടിയപ്പോ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പുറത്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകണമെന്ന് വെച്ചാണ്. പിന്നെ ഇവിടെ എപ്പോഴും കാശ് വേണം, കാശ് വേണം. കൂടുതൽ വർത്താനം പറയണം. നിക്ക്, പോലീസിനെ വിളിച്ചാ ഇപ്പൊ കുഴപ്പമായേനെ, പള്ളിയിലകത്ത് പോയേനെ. അച്ഛനെന്താന്ന് വെച്ചേ? എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾ നാണം കെടുത്തില്ല. ഇവരൊക്കെ മൂത്ത് ഞാൻ എങ്ങനെ നോക്കും? ഒരു അബദ്ധം പറ്റിയതാണ്. അബദ്ധം പറ്റി നമുക്കടാ. നമുക്ക് നിങ്ങൾ പോ, നിങ്ങൾ തൽക്കാലം പോക്കോ, അല്ലെ ഇപ്പൊ പോലീസിനെ വിളിച്ചറിയിക്കും. നിങ്ങൾ പോയി 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 വെക്കോ. അതാ വേഗം വിട്ടു വയ്ക്കോ. കൂടുതൽ കറങ്ങണ്ട, പൊക്കോ. പാവാ അല്ലെ എന്താ പറഞ്ഞത്? പണ്ടെന്താ പറഞ്ഞേ? അല്ല ഞാൻ ഇത്തിരി പൈസ MLA ആകുമ്പോ മറ്റേ മന്ത്രിക്ക് കോളേജ് ഉണ്ടാക്കാന്നല്ലേ? നിങ്ങൾ കറക്റ്റ് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ. എന്റെ മനുഷ്യൻ എന്ത് വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ചത്. എനിക്ക് ഈ മനുഷ്യനെ തന്നെ ഭർത്താവായി കിട്ടിയല്ലോ ഈശ്വര, എന്റെ വിധിയാണ്. വല്ലവന്റെയും പണം കളഞ്ഞു കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ദൈവം തന്നാണെന്ന്. ആ പോയവന്റെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കിയേ മോനെ. ഇത് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടു, അതിന്റെ ഉടയസിന് കിട്ടട്ടെ. ജയേന്ദ്ര, അതിനകത്ത് ആ ആശുപത്രിയിലെ കുറിപ്പൊക്കെ ഇല്ലേ? അതുണ്ടച്ചാ, അതിനകത്ത് അവരുടെ ഡീറ്റെയിൽ ഉണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇല്ല. അമ്മ ഈ പെണ്ണുമ്പിള്ളി ഇവിടെ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് കാര്യം പിടി കിട്ടി. ഇതിനകത്ത് ഒരു ആശുപത്രിയിൽ രസീരിപ്പുണ്ട്. അതിനകത്ത് എഴുതി പേരെന്താ അറിയോ? റംലത്ത്, 21 വയസ്സ്. ഇവരുടെ പേരെന്താ പറഞ്ഞത്? ലക്ഷ്മി, 45 വയസ്സ്. അപ്പോഴേ ഞങ്ങൾക്ക് പിടി കിട്ടി. അതിലെ ഞങ്ങൾ പിടിച്ചത് ഇവിടെ പോലീസ് വിളിക്കാൻ പോയതല്ലേ. പേര് പറഞ്ഞപ്പോഴേ തീരുമാനിച്ചു ഇവള് കള്ളിയാണെന്നുള്ളത്. അച്ഛാ പോലീസിനെ വിളിക്കട്ടാ? ഇനി എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? കൊണ്ടാ അവിടെ സ്റ്റേഷനിൽ പോകണം. അവരെന്താ ചെയ്തോളൂ. നീ മിണ്ടരുത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നിട്ട് വെച്ചിട്ടുണ്ട്. ചന്ദ്ര മാമ ക്ഷമിക്കണേ, എന്താ മക്കളെ? മാമി ക്ഷമിക്കണേ എന്റെ അടുത്ത്. മാമ ഒന്ന് കനകം, നീ പേടിക്കല്ലേ മക്കളെ. വവതിയില്ലാത്തവനെ ഇങ്ങോട്ട് വന്നാണ്, വവ്വാലിനെ പറഞ്ഞവനെ. നിന്നോട് ഇന്നാളെ ഞാൻ പറഞ്ഞാടാ നിന്റെ അടുത്ത്. വെട്ടോത്തിരെ മൂട് എടുത്തോണ്ട് വരട്ടാ. വെട്ടോത്തിരെ മൂട് ഇങ്ങെടുത്തോണ്ട് വന്നാണ്. എന്നാലേ അവന് ശരിയാവും. നിന്റെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് കൊച്ചിന് ചെലവിന് കൊടുക്കാൻ പറഞ്ഞ മര്യാദയ്ക്ക് കൂലി വിലക്ക് പോയി. നാണം ഇല്ലാത്തവൻ നിക്കണൊക്കെയാണ് അവനെ. അവന്റെ മൂഞ്ചി. മാമ ഒന്നും തോന്നല്ലേ മാമ. പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല മാമ. ഒരു കുഴപ്പമില്ല, അത് ആവശ്യമാണ്. ഒരു അബദ്ധം പറ്റി ക്ഷമിക്ക്. പോടാ, അബദ്ധം പറ്റി ഞങ്ങൾക്ക് പോ.